നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു ക്ലാസ്സിലിരുന്നാ പഠിച്ചത്. ആണോ? എനിക്ക് പക്ഷേ മനസ്സിലാവാൻ വഴിയില്ല. വർഷം 5 കഴിഞ്ഞില്ലേ? ദേ എന്റെ കോലം ഇങ്ങനായി. പക്ഷെ നിനക്ക് മാറ്റമൊന്നുമില്ല കേട്ടോ, അന്നത്തെ പോലെ തന്നെ. നിന്നെ ജംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോ മുതൽ ഞാൻ നിന്നെ ഫോളോ ചെയ്യുവാണ്. നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? പഠിത്തം തന്നെയാണോ? അതോ പുസ്തകമൊക്കെ മടക്കി വെച്ച് നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ ഏതെങ്കിലും തലപ്പത്തെ കസാരയിൽ MD ഇരിക്കുകയാണോ? പഠിക്കുന്നേ ഉള്ളൂ. നീയോ? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച് കുറച്ചു നാൾ വർക്ക് ചെയ്തു. ഇനി പുറത്തൊക്കെ പോകണമെന്നൊരു ആഗ്രഹത്തിൽ വെറുതെ നിൽക്കുന്നു. നിനക്ക് ഇപ്പോഴും എന്നെ ശരിക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല അല്ലേ? ഷർട്ടിലൊക്കെ എവിടെയെങ്കിലും വീണോ? എടോ, ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോ ഒരു വണ്ടി വന്ന് തട്ടി. നിന്റെ താഴെയുള്ള ഒരുത്തിയില്ലേ സ്നേഹ, അവളെ ഞാനൊന്ന് തൂക്കാൻ പോവാ. സന്ദീപേ, 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 എന്താടാ? എന്താ പറ്റിയേ? ഒന്നുമില്ല അടുത്ത്. ഞാനൊന്ന് പേടിച്ചു പോയല്ലോ. അല്ല സച്ചേട്ടൻ വന്നപാടെ വീണ്ടും പോയി. ബാങ്കിൽ പോയിട്ട് എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞാ പോയത്. ഇപ്പൊ വരും. പിന്നെ പോയപ്പോ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടാ പോയത്. നിന്നോട് പോയി അച്ഛനോട് എല്ലാം തുറന്നു പറയാൻ പറഞ്ഞു. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടായേനെ. അപ്പോഴല്ലേ അനഘ ഇനി അത് മനഃപൂർവ്വം ട്രാപ്പിലാക്കാൻ ചെയ്തതായാലും ഏത് രീതിയിൽ ചെയ്തതായാലും അത് വല്ലാത്തൊരു സംഭവമായിപ്പോയി. അതിന്റെ പേരില് അച്ഛൻ അനഘയ്ക്ക് വാക്കും കൊടുത്തു. അത് അച്ഛന്റെ കുറ്റമല്ല. നമ്മൾ പറയാൻ വൈകുന്തോറും ഇതുപോലുള്ള പലതും ഇനിയും സംഭവിക്കും. അതുകൊണ്ട് തന്നെ നീയും ആതിരെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാര്യവും നമ്മൾ ഇനി പറയണം. ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ അനക്ക് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ടും അച്ഛൻ അവൾക്ക് വാക്ക് കൊടുത്തതുകൊണ്ടും നീയും ആതിരയും തമ്മിൽ പിരിയണമെന്നേ അച്ഛൻ പറയൂ. വിവാഹം കഴിച്ച കാര്യം പറഞ്ഞാൽ ആദ്യം ഒന്ന് ദേഷ്യപ്പെടുമെങ്കിലും ഞാനും സച്ചേട്ടനും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ എന്തോന്നും പറയാത്തെ? നിനക്ക് അച്ഛനോട് പറയുമ്പോഴുള്ള പേടി ഇതുവരെ മാറിയില്ലേ? നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ പറയാം അച്ഛനോട്. അച്ഛൻ നിന്നെ വിളിക്കുമ്പോ നീ വന്ന് എല്ലാം പറഞ്ഞാൽ മതി. അല്ലാതെ ഇനിയും നമ്മളെല്ലാം മനസ്സുകൊണ്ട് നടക്കുന്നത് നമ്മുടെ എല്ലാ സ്വസ്ഥതക്കേടിനപ്പുറം എല്ലാവരെയും കരയിക്കുകയും ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും അനഘയ്ക്ക് നിന്നെ ഇഷ്ടം. അവള് വീണ്ടും വിവാഹവും നിന്നോടൊപ്പമുള്ള ജീവിതവും സ്വപ്നം കണ്ട് അവസാന നിമിഷം തകർന്നു പോയാൽ വീണ്ടും അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് വരും. ആദ്യം അച്ഛനെ, പിന്നെ അനഘയെ, അങ്ങനെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാം നമുക്ക്. അല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലില്ല. സച്ചി, സന്ദീപിന്റെ അനഘയുടെയും വിവാഹ തീയതി നോക്കാൻ പറഞ്ഞിട്ട് നീ നോക്കിയില്ലേ? നിനക്ക് സമയമില്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ഏൽപ്പിച്ചൂടെ? അല്ലെങ്കിൽ ജോൽസിനെ നമുക്ക് ഇവിടെ വിളിച്ചു വരുത്താലോ? അത് ഉടനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാച്ചാ. ഇനി ഒന്നിനും നമ്മളായിട്ട് താമസിപ്പിക്കണ്ട. പിള്ളേരുടെ മനസ്സിൽ ഇനിയും വിഷമം തോന്നി മുൻപത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അനഘയ്ക്ക് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? സന്ദീപിന്റെ തലയിൽ നിന്ന് ആ ശാപം ഒരിക്കലും വിട്ടുമാറുമായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര വേഗം ഇത് നടത്തണം. അതെ അച്ഛാ. അച്ഛാ,
അച്ഛാ ഞാനൊന്ന് പുറത്തു പോയിട്ട് ആ വരാം. മോളെ, നീ ജോത്സ്യരെ കാണണം. എന്നിട്ട് ഇവിടെ വരെ വരാൻ പറയണം. നമുക്ക് തീയതി ഇവിടെ വെച്ച് തന്നെ കുറിപ്പിച്ച് വാങ്ങിക്കാം. സച്ചിയോട് പറഞ്ഞിരുന്നാ ഇവിടെ സമയം കിട്ടിയില്ലെന്ന്. അതിനെന്താ, ഞാൻ ജോത്സ്യനോട് വരാൻ പറയാം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ, പറയേ. സത്യം പറഞ്ഞ പറയേണ്ടത് എനിക്കല്ല, സന്ദീപിനാ. അതെന്താ അവൻ പറയാനുള്ള കാര്യം അർച്ചന വന്ന് പറയുന്നത്? ഇതിനു മുൻപും പല പ്രാവശ്യം നീയും സന്ദീപും വന്ന് ഇതുപോലെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതുവരെ അത് എന്ത് കാര്യമാണെന്ന് പറഞ്ഞിട്ടുമില്ല. അതെന്താ, അത്രയും രഹസ്യമായ കാര്യമാണോ? എന്നോടൊരു കാര്യം പറയാൻ നിങ്ങളെല്ലാവരും ഇത്രയും ടെൻഷനാവുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ പറയാതെ മുഖഭാവം കണ്ടിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കറിയില്ല. എന്തിനാ മറ്റുള്ളവരെ കൂടി ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്? എന്നോട് എന്തോ ധരിപ്പിക്കാനുണ്ട് നിങ്ങൾക്ക്. അതൊട്ട് ആരും പറയുന്നുമില്ല. ഞാൻ പറയാച്ചാ, സന്ദീപിന്റെയും അനികയുടെയും വിവാഹം വേണ്ട. എന്നോട് സംസാരിക്കാനുള്ളത് സന്ദീപനല്ലേ? അവനോട് വരാൻ പറയും. അവൻ എന്താ എന്നോട് സംസാരിച്ചാൽ? സച്ചി, ചെന്ന് സന്ദീപിനോട് വരാൻ പറയും. ശരി അച്ഛാ. നിന്നെ അച്ഛൻ വിളിക്കുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നീ അതെന്തിനാ അർച്ചന ഏൽപ്പിക്കുന്നത്? നിനക്ക് എന്താ ഇത്ര പ്രശ്നം? വല്ലതും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് പറയടാ. സന്ദീപേ, നിനക്ക് പറയാനുള്ള കാര്യം നീ അച്ഛനോട് പറയേ. ഇനിയും വെച്ച് താമസിപ്പിച്ച ശരിയാവില്ല. അതച്ഛാ വേറൊന്നുമല്ല. എന്റെ അനക്കയുടെ വിവാഹം വേഗം നടത്തി തരണം. അതാ ഏട്ടത്തെയും പറയാൻ വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.